വർക്കൗട്ട് ചെയ്യണ്ടല്ലേ? ചെയ്യാറുണ്ട്, സമയം പോലെയൊക്കെ, രാവിലെ വൈകിട്ടോ ഒക്കെ. സമയം വെച്ചിട്ടൊക്കെയാണ് ഈഗോ വർക്കൗട്ട് ചെയ്യണത് അല്ലേ? ഈഗോ അല്ല, എനിക്ക് മനസ്സിലായി. അല്ല, പിഷാരടിയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ, എനിക്ക് നിങ്ങളോട് ആരോട് ഈഗോ വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നമുക്കറിഞ്ഞൂടെ എന്തിന് ടോമിന് ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാരും കൂടി ചേർന്നിട്ടല്ലേ ഇതൊരു. അല്ല, നമ്മള് എന്തിനാ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നത്? എനിക്ക് പുള്ളിയുടെ ഈഗോ ഉണ്ടോ? പുള്ളിക്ക് എന്നോട് ഈഗോ ഉണ്ടോ? എനിക്ക് ഡയാനയുടെ ഈഗോ ഉണ്ടോ? ഡയാനക്ക് എന്നോട് ഈഗോ ഉണ്ടോ? അല്ല, എന്നോട് ഈഗോ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അല്ല, കാര്യം എന്താ മനസ്സിലായില്ല. ഈ പരിപാടി 1ാം സീസൺ ഹിറ്റായി, 2ാം സീസൺ ഹിറ്റായി. ഈ 3ാം സീസണും ഹിറ്റാവാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അത് ഹിറ്റ് ആക്കാൻ പറ്റും. അങ്ങനെയല്ലേ ഹിറ്റ് ആവുള്ളൂ. അല്ലാതെ ഇപ്പൊ 3ാം സീസൺ ഹിറ്റ് ആവും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അല്ല, അപ്പോ ഞാൻ ഷൈൻ ചെയ്യുന്നതിന്റെ ഈഗോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഷാരടി, ഈ ഈഗോയുടെ പ്രശ്നം എനിക്ക് ഇവിടെ ആദ്യമായിട്ട് കിട്ടണല്ല. ഇതിനു മുന്നേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈശ്വര പ്രാർത്ഥന പാടിയിരുന്നു. നിങ്ങളാണ് പാടിയിരുന്നത്? ഞാനാ പാടിയിരുന്നത്. അപ്പൊ കൂടെയുള്ള കൂട്ടുകാർക്ക് ഈഗോ വന്ന് കാണും. കൂട്ടുകാർക്കല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇത് ഹെഡ് മാസ്റ്റർക്ക് ഈഗോ വർക്കൗട്ടായി ഞാൻ പറഞ്ഞു, പുള്ളിക്ക് പാടണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് തന്നെ പുറത്താക്കി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ കലോത്സവത്തിൽ ലളിതഗാനത്തിന് പങ്കെടുത്ത്. സമ്മാനം കിട്ടിയോ? ഇല്ല, അവിടെ ജഡ്ജസിന് ഈഗോ വർക്കൗട്ടായി, അവർക്ക് പ്രൈസ് തന്നില്ല. അതൊന്ന്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ടില്ല, ഞാൻ പിന്നെ സിനിമയിലേക്ക് പാടാൻ ചെന്ന്. ദാസേട്ടൻ ഈഗോ വർക്കൗട്ട് ചെയ്തതാണോ അല്ലേ? എങ്ങനെ മനസ്സിലായി? അങ്ങനെ ഒരുപാട് ചവിട്ടിയരക്കലുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വിജയത്തിൽ എത്തിയിരിക്കുന്നത്. എല്ലാം തികഞ്ഞു. വലിയ ആളാണ്, ഒരു ഡൗട്ടും ഇല്ലല്ലേ? ഒന്നുമില്ല, 100%. അല്ല ടെനിച്ചേട്ടാ, ഈ വലിയ ദാസേട്ടനോട് നമ്മൾ ചോദിച്ചാൽ പോലും അദ്ദേഹം പോലും ഞാൻ എല്ലാം തികഞ്ഞ് നിൽക്കുമെന്ന് പറയില്ല. ഞാൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്, ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതമാകുന്ന കടലിന്റെ സൈഡിൽ നിൽക്കുന്ന കുട്ടികളാണെന്നൊക്കെയാണ് വലിയ ആൾക്കാരുകൾ വരെ, ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ പറയുന്നത്. നിങ്ങൾ പക്ഷെ ഇപ്പൊ തന്നെ വന്നിട്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അവർക്കതൊക്കെ പറയാം, അവര് വലിയ ആൾക്കാരാണ്, നാട്ടുകാർക്ക് മൊത്തം അറിയാല. ഇനി ഞാനിവിടെ വന്നിട്ട് ഞാനൊരു കുട്ടിയാണ്, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് എന്റെ മുകളിൽ കയറി പൊങ്കാലിടാൻ, അതല്ലേ? നിങ്ങളുടെയൊക്കെ ഈഗോനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. 1ാം സീസൺ ഹിറ്റായി, 2ാം സീസൺ ഹിറ്റായി, 3ാം സീസൺ ഹിറ്റാവാനൊരു സൂത്രം കേശവ മാമന്റെ പാരഡി പാട്ടുകൾ മാത്രം. 1ാം സീസൺ ഹിറ്റായി, 2ാം സീസൺ ഹിറ്റായി, 3ാം സീസൺ ഹിറ്റാവാനൊരു സൂത്രം കേശവ മാമന്റെ പാരഡി പാട്ടുകൾ മാത്രം. ഫ്ലോറിൽ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോ ഏനെന്റെ ഫ്ലോറിൽ പാരഡി പാടും. ആങ്കറിങ് കൊണ്ടുള്ള ബോറടി കൂടുമ്പോ കേശവ മാമന്റെ കോമഡി കേറും. മാമന്റെ പ്രോഗ്രാം കേറുന്ന കണ്ടപ്പോ അന്നു പിഷാരടിക്കീഗോ, ടിനി ടോമിന് മുണ്ടതു ലേശം. 1ാം സീസൺ ഹിറ്റായി, 2ാം സീസൺ ഹിറ്റായി, 3ാം സീസൺ ഹിറ്റാവാനൊരു സൂത്രം കേശവ മാമന്റെ പാരഡി പാട്ടുകൾ മാത്രം.